നമ്മുടെ അത്തി ഇത് ഡയാന കേട്ടോ. ഞാൻ പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയേക്കാണ് സെറ്റായിട്ട്. ഇപ്പം നല്ല ഞാൻ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം നമുക്ക് അത്തിയൊക്കെ നല്ലപോലെ ഷേപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ല ട്രെയിൻ ചെയ്തെടുത്ത് ഒരു ബോൺസൈയിലൊക്കെ എത്തിക്കാൻ പറ്റും നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റാണ് അത്തി എന്ന് പറയുന്നത്. പക്ഷേ കെയർ കുറച്ച് കൂടുതൽ വേണം നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ. അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയമാകുമ്പോൾ, അതായത് നമ്മൾ ഈ ഒരു മെയ് അവസാനം അല്ലെങ്കിൽ മഴ എപ്പോൾ തുടങ്ങുന്നു അപ്പം ഞാൻ ഫുള്ള് പ്രൂൺ ചെയ്യും. കാരണം നമുക്ക് അതിനുശേഷം ഫ്രൂട്ട് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഇതിലൊക്കെ ഫ്രൂട്ട് വരുന്ന ഇത് കാണുന്നുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ. പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ ഫ്രൂട്ട് ഞാൻ നിർത്തുന്നില്ല. ഇതിപ്പോൾ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ബുഷിയാക്കി നല്ല നല്ലപോലെ ഒരു ചെറിയൊരു മരത്തിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നൊരു ചെടിയാണ്. അപ്പം നമ്മുടെ പഴയ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്തി പ്രൂൺ ചെയ്യുമ്പോൾ അതിൻ്റെ കമ്പ് നമ്മുടെ വ്യൂവേഴ്സിനും സുഹൃത്തുക്കൾക്ക് കൊടുക്കാമെന്നുള്ളൊരു പ്ലാൻ ഞാൻ പണ്ട് തൊട്ടേ പറയുന്നതാണ്. അപ്പം ആദ്യത്തെ പ്രാവശ്യം പ്രൂൺ ചെയ്തപ്പോൾ ഞാൻ ലെയർ ചെയ്തിട്ടാണ് പ്രൂൺ ചെയ്തത്. പക്ഷേ അതിലെനിക്ക് ആ 2 തയ്യേ കിട്ടിയുള്ളൂ. അത് 2 നമ്മുടെ സുഹൃത്തുക്കൾ കൊടുത്തുപോയി. അതിനുശേഷം ഈ ഒരു സീസണിൽ ഞാൻ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിടാമെന്നും അത് പലവർക്കും കൊടുക്കാം എന്നുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. അതിൻ്റെ കാരണമുണ്ട്. ഞാൻ ഒരു ട്രയലായിട്ട് ഇതിനെ പ്രൂൺ ചെയ്ത കമ്പുകളൊരു 3 പേർക്ക് അയച്ചു കൊടുത്തു. എനിക്ക് ട്രയലായിരുന്നു അത്. ഞാൻ കാരണം അതെങ്ങനെ എത്തും എന്താണ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 പേർക്ക് അയച്ചു കൊടുത്തു. അതിലൊരാൾക്ക് പൂർണ്ണമായിട്ട് അത് നഷ്ടപ്പെട്ടു. കാരണം ഫംഗസൊക്കെ അടിച്ച് നഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഫ്രീസറൊക്കെ വെച്ചിട്ടാണ് അയച്ചു കൊടുത്തത്. ഒരാൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ അയച്ചു കൊടുത്തു പ്രൂൺ ചെയ്തതിൻ്റെ. വേറെ ആൾക്കൊരു ഒരാഴ്ചയ്ക്കുള്ളിലാണ് അയച്ചു കൊടുത്തത്. ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. പക്ഷേ എന്തോ കാരണം കൊണ്ട് അത് സക്സസ് ആയില്ല. ഇതിൻ്റെ ഡയാനയുടെ 3 കമ്പ് നമ്മുടെ തൊട്ടപ്പുറത്ത് ടർക്കിഷ് ബ്രൗൺ ഉണ്ട്, അതിൻ്റെ 2 കമ്പ്, പിന്നെ പൂനെ റെഡിൻ്റെ ഒരു കമ്പ്, അങ്ങനെയാണ് അയച്ചു കൊടുത്തത്. കാരണം കമ്പുകളുടെ അവൈലബിലിറ്റി വെച്ചിട്ടാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്നാൽ ഈ പ്രാവശ്യം നമ്മുടെ അതിൻ്റെ വീഡിയോ ഇടുന്നില്ല. കമ്പ് പ്രൂൺ ചെയ്തതും കമ്പ് റെഡിയാക്കി വെച്ചേക്കുന്നതും ഞാൻ വെൽ സോർട്ട് ചെയ്തിട്ടാണ് കമ്പൊക്കെ എടുത്ത് മാറ്റിയത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് മിക്സ് ആകാതിരിക്കാനൊക്കെ ആയിട്ട് എല്ലാം പാക്ക് ചെയ്ത് പേര് ചെയ്ത് ലേബലൊക്കെ ചെയ്താണ് വെച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഏതൊക്കെയാണെന്ന് വെറൈറ്റികളൊക്കെ കറക്റ്റ് അറിയാം. പക്ഷേ ഞാൻ അയച്ചു കൊടുത്തവർക്കൊന്നും അങ്ങനെ ശരിയായി കിട്ടിയില്ല, അല്ലെങ്കിൽ നട്ടിട്ടൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ 2 പേര് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരാൾ ഏതായാലും പറഞ്ഞ് കിട്ടിയിട്ടില്ല എന്ന്, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. 6 കമ്പുകളുണ്ടായിരുന്നു. 6 കമ്പ് നഷ്ടപ്പെട്ടു എന്ന് ഒരാൾ പറഞ്ഞു. പക്ഷേ ബാക്കി 2 പേര് എന്നോട് പറഞ്ഞിട്ടില്ല. ചോദിച്ചു നോക്കണം എന്താ അവസ്ഥ എന്നറിയില്ല. ഏതായാലും ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും 1-2 കമ്പുകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട്. ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കും, അവർക്ക് അയച്ചു കൊടുക്കണം. ഞാൻ ആർക്കും തന്നെ ക്യാഷ് വാങ്ങിയില്ല, ജസ്റ്റ് കൊറിയർ ചാർജ് മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ. 60 രൂപ സംതിങ്ങേ വാങ്ങിയിട്ടുള്ളൂ ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഫോൺ ചെയ്യുമ്പോൾ ഈ പറയുന്ന വേര് പിടിപ്പിച്ചിട്ട് അയച്ചു കൊടുക്കാം എന്നാണ് എല്ലാവർക്കും ഞാൻ വിചാരിച്ചിരുന്നത്. അത്യാവശ്യം കമ്പുകൾ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇപ്പോൾ കിട്ടിയാലും കൂടുതൽ കമ്പുകൾ ഇനിയും കിട്ടും. അപ്പോൾ ഏതായാലും അടുത്ത നെക്സ്റ്റ് സീസണിലേക്ക് വന്ന് പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും യൂട്യൂബ് വീഡിയോ ഇടും. നമുക്കത് പ്രൂൺ ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അത് വേര് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അയച്ചു കൊടുക്കുന്നുള്ളൂ. അതും ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയാം. ഫ്രീ അല്ല, ഫ്രീ ഓഫ് കോസ്റ്റ്, അറിയാലോ. ചെറിയൊരു സർവീസ് ചാർജ് അല്ലെങ്കിൽ നമ്മൾ കൊറിയർ ചാർജ് മാത്രം ഈടാക്കുന്നുള്ളതായിരിക്കും ആ സമയത്ത് ഞാൻ. കാരണം നമുക്ക് കൊറിയർ ചാർജും കൂടെ ഞാൻ ഫ്രീ ആക്കി കൊടുക്കേണ്ട ആവശ്യം നമുക്ക് പറ്റില്ല. നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം യൂട്യൂബ് വീഡിയോ ഇടായിരുന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല വീഡിയോകളിലായിട്ട്, നമുക്ക് തൈ വേണം അല്ലെങ്കിൽ കമ്പ് വേണം എന്നുള്ള കേസിൽ. അപ്പോൾ അതാണ് നമ്മുടെ അത്തിയുടെ അവസ്ഥ. നോക്കിയാൽ കാണാം, നല്ലപോലെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. അതായത് അതിൻ്റെ ഒരു ലുക്കിൽ, കാരണം ഒറ്റ തടിയിൽ നിന്ന് വന്ന് ഇങ്ങനെ പല കമ്പുകളായി തിരിഞ്ഞ് നോക്കി. ഇനിയിപ്പം ഈ കാണുന്ന കമ്പി കണ്ട്, ഈ ഒരു കമ്പിൽ ഇപ്പം 3 കമ്പുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പിൻ ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ കുറച്ച് അവിടെയൊക്കെ ആയിട്ട് വേറെ ചെറിയ കമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിൻ ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ ഈ 3 നിർത്തും, അങ്ങനെ ഇതിൽ നിന്ന് നിർത്തും. അതുപോലെ തന്നെ ഇവിടെ 1-2 കളയാനുണ്ട്. അത് കുറച്ചുകൂടെ കളഞ്ഞിട്ട് ആലോചിച്ചിട്ട് ഞാൻ കളയുള്ളൂ ഏത് കളയണം എന്നുള്ളത്. അപ്പം അങ്ങനെ നല്ലപോലെ ഷേപ്പ് ചെയ്ത്, ഉള്ളിലേക്കൊന്നും വളർത്തുന്നില്ല. നോക്കി കാണാം, ഉള്ളിലേക്ക് വരുന്നതൊക്കെ കളയണം. ഉള്ളിലേക്ക് കുറച്ചുണ്ട്, അതൊക്കെ കളഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് ലെവലായതിനു ശേഷം മാത്രമേ അതിന് പ്രൂണിങ് എങ്ങനെ ഇത് എത്തിക്കണം അല്ലെങ്കിൽ ഏത് കമ്പുകൾ നിർത്തണം എന്നുള്ള കാര്യം ഞാൻ നോക്കുകയുള്ളൂ. അങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നെക്സ്റ്റ് സീസണിൽ ഞാൻ ഈ കാണുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വേര് പിടിപ്പിച്ചതിന് ശേഷം മാത്രം ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം. ഇപ്പം ഒരു നിർവാഹമില്ല. കാരണം നമ്മൾ ഒരാൾക്ക് എത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് കൊടുക്കാമായിരുന്നു കേട്ടോ, വേറെ വിചാരിക്കരുത്. പിന്നെ ഇതുണ്ട്, ഇതിപ്പോൾ ഇവിടെ ചെറിയ ഇതൊക്കെ വരുന്നുണ്ടോ, ഇതൊക്കെ പിൻ ചെയ്ത് കളയുക ഈ സാധനങ്ങളൊക്കെ. കാരണം നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഇപ്പം തന്നെ കളഞ്ഞാൽ അത് കഴിഞ്ഞു. അതുപോലെ ഇവിടെ ഇട്ടം വരുന്നുണ്ട്, ഇതാ ഇവിടെ കണ്ടോ, ഇത് അതും കളഞ്ഞു. കാരണം അത്തിയിലൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ പുട്ടി മുളയ്ക്കും. കാരണം ഇതിന് എവിടെ നിന്ന് വേണമെന്ന് നിർബന്ധമില്ല, എവിടെ നിന്ന് വേണമെങ്കിലും പുതിയ ശിഖരങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ കുറച്ച് കെയർ കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ കമ്പ് വെച്ച് മുളപ്പിക്കുന്നതുകൊണ്ട് താഴേന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് അടുത്തൊരു തൈയാക്കി മാറ്റാം. ഇതിപ്പോൾ നമ്മുടെ
ടർക്കിഷ് ബ്രൗൺ ആണ്. അത് ഞാൻ വലയിട്ട് വെച്ചേക്കുന്ന വരുന്നതുകൊണ്ടില്ല, നല്ലപോലെ തന്നെ തണ്ടുതുരപ്പിൻ്റെ ആക്രമണം ചില സമയങ്ങളിൽ മഴ സീസണിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഈ ചെറിയ കമ്പുകളെ തന്നെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഫുള്ള് കവറിട്ട് വെച്ചേക്കാണ്. ഇതും കവറിട്ട് വെച്ചേക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല ഈ വെച്ചാൽ മഴ സമയത്ത് നല്ലപോലെ തണ്ടുതുരപ്പിൻ്റെ ആക്രമണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരള കാലാവസ്ഥയിൽ കുറച്ച് പണിയാണ് അത് വളർത്തിയെടുക്കുക എന്നുള്ളത്. ഒരുപാട് അത്യൊന്നും വെക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും 1-2 വെറൈറ്റികൾ വെച്ചാൽ മതി. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇതാണ് നമ്മുടെ അത്തിയുടെ ഒരു അപ്ഡേറ്റും, എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്ത തൈകൾ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കമ്പുകൾ കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ മറുപടിയുമാണ് ഈ ഒരു വീഡിയോ.